ഹായ് ഹലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ ബിരിയാണി. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ സൈസ് സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളിയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ സവാള തക്കാളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മാറിക്കിട്ടണം. നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഈ ടൈമിൽ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ മറ്റൊരു പാനിൽ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി വെന്ത് കിട്ടുന്ന ടൈമിൽ അതൊന്ന് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിലേക്ക് ഈ ഒരു ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഒരു ഇലയാണ്, രമ്പയില എന്നൊക്കെ പറയും. ഈ ഒരു ഇല ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കനും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്കും നമ്മൾ രമ്പയില ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിലുള്ള ഒരു ഇലയാണിത്. ഇത് ഒരു ചിക്കനിലേക്കും നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ കറി അതുപോലെ ബിരിയാണി നെയ്ച്ചോറ് എല്ലാം വെക്കുന്ന ടൈമിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പുട്ടൊക്കെ ചുടുന്ന ടൈമിൽ പുട്ടുകൂടത്തിലൊക്കെ ഈ ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ പുട്ടിന് നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രമ്പയിലയും കൂടെ നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അരി ആയിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 5-10 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ റൈസ് ഇവിടെ ഏകദേശം വേവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസ് ഒരു ഊറ്റിയിട്ടെടുക്കുകയാണ്. ഇനി നമുക്കിത് ഈ മസാലേൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഈ മസാലേൻ്റെ മുകളിലായിട്ട് ചോറിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോറും ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ തൂവിയിട്ട് അതിന് മുകളിൽ പിന്നെ നമ്മൾ കുറച്ച് സവാള ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അണ്ടി മുന്തിരി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദമ്മിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മൾ അരിൻ്റെ വേവിനനുസരിച്ച് അരി നല്ല വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. കുറച്ചും കൂടെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിടാം. പിന്നീട് നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞ് എയറൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നന്നായിട്ട് തന്നെ മസാലയും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നീട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രമ്പയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ബിരിയാണിക്ക്. കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രമ്പയില ഒക്കെ ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.